ഇവിടെ വണ്ടി വരുന്നുണ്ട്. പോട്ടെ, ഈ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഇവിടെയൊക്കെ നിശബ്ദമായിട്ടുള്ള ഏരിയയിലേ നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ ഒരു വഞ്ചി കിടപ്പുണ്ട്, വെള്ളം കയറി കിടക്കുകയാണ്. അവിടെയൊക്കെ അത്യാവശ്യം ഫൈബർ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ സൈഡൊക്കെ ഒന്നും കൂടി വൃത്തിയാക്കി നല്ല പൂച്ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല എന്താ പറയുക, ഒരു വിദേശ ക്വാളിറ്റി കിട്ടും. ആളുകൾക്ക് അതിനൊന്നും താല്പര്യമില്ല പൊതുവെ. എല്ലാവരും മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന ആളുകൾ, നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ. കുറ്റം പറയാനല്ല, നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തിറങ്ങാൻ പഠിക്കും, പ്രത്യേകിച്ച് മഴക്കാലം. ഇവിടെയൊക്കെ ഒരു എൻജിൻ വെച്ചത് ഫിഷിംഗ് ബോട്ടാണ്. അതിലും കയാക്കിങ്കാർ പതിയെ പോകുന്നുണ്ട്. ആ ഭാഗത്ത് അവിടെ ഒരു അഡ്വഞ്ചറസ് ക്ലബ്ബുണ്ട്. ക്ലബ്ബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പം അതൊക്കെ ഉണ്ടാവും. ഇവിടെ ക്ഷേത്രമുണ്ട്, പുത്തുവാടി ദേവി ക്ഷേത്രം. അതിൽ ചില കയാക്കിങ് അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണോന്ന് അറിയില്ല, ചെറിയ ബോട്ടാണ്. സേഫ്റ്റിയൊക്കെ ഇട്ടിട്ടാണ് അത്. സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എല്ലാം കറക്റ്റാണ് വരില്ല. അവിടെയാണ് അവരുടെ ഓഫീസ്. ഇപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം, അവിടെ അങ്ങ് കണ്ടെയ്നർ റോഡ് കാണാൻ പറ്റും. ഇവിടെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആഘോഷിച്ച് പിടിക്കാവുന്നതാണ്. നല്ല നന്നായിട്ട് കിട്ടും അവർക്ക്. പക്ഷെ അവരെന്താണ് ലൈറ്റ് ഇടാത്തതെന്ന് അറിയില്ല. എന്തെങ്കിലും ഒരു സ്പോട്ട് ലൈറ്റ് പോലെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ അതിലെ പോകുന്ന കുറച്ച് പേരും കൂടി കയറും, ബിസിനസ് കൂടിയല്ല. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു ആ പാലം ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ സംഗതി അതാണ്. ഇതിനകത്താണ് അവരുടെ കയാക്കിങ് സെറ്റപ്പ്. ഒരു വീടാണ്, വീട്ടിൽ തന്നെയാണ് അവർ കറക്റ്റ് ചെയ്യണത്. അതിൽ പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. പക്ഷെ ഇത് സേഫ്റ്റി വേണം, സേഫ്റ്റിയിലേക്ക് വിഷയമില്ല. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്നും വരുന്നുണ്ട് കുറേ പേര്, അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. കുറച്ച് ബോട്ടുകളൊന്നുമില്ല, ഒരുപാട് പേരുണ്ട്. ഒരുപാട് ബോട്ടുകൾ അവിടെ നിന്ന് മറ്റേ കയാക്കിങ് ചെറുകിട ബോട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി ആ പാലം കാണുകയും അതിൻ്റെ അടിയിൽ കൂടി വരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഹലോ, അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഭാഗത്തേക്ക്. കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. അപ്പം അങ്ങോട്ട് പോകും തോറും കാണാം നമുക്ക് ആ പാലത്തിൻ്റെ അടിയിൽ കൂടി. എന്താ ധാരാളം ആളുകൾ എടുത്തിട്ടുണ്ട് കയാക്കിങ്. ഇന്നിപ്പം മഴയുണ്ട്, കുറവായിരിക്കാം. നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ആളുണ്ടാകും. ചെറിയ ഇതാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്ക് നമുക്ക് തുഴഞ്ഞു വരാം, ആരുടെയും സഹായമില്ലാതെ തന്നെ വരാം. പിന്നെ പരിചയം വേണം, തുഴയാനുള്ളൊരു പരിചയം കൂടി ഉണ്ടെങ്കിൽ ഈസിയാണ്. രണ്ടുപേരും ഇരിക്കണമുണ്ട്, സിംഗിളായിട്ടുള്ളതുണ്ട്.
മിക്കവാറും എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യക്കാരാണ് ഇത് വരുന്നത് കൂടുതലും. മലയാളികളല്ല, ഉത്തരേന്ത്യക്കാരാണ് ഇവിടെ വന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പം മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും റെയിൻകോട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് വീട്ടിലിരുന്നപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. എന്തായാലും പുറത്തിറങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ദിവസമായി പുറത്തിറങ്ങിയിട്ട്, മഴയുണ്ടേ. അപ്പോൾ കയാക്കിങ്കാർ ഒരുപാട് വന്നുണ്ട്. നിന്ന് തുഴഞ്ഞു വരുന്ന ആളുകളുണ്ട്. അവരെ ബാലൻസിങ് സമ്മതിക്കണം. നിന്ന് തുഴഞ്ഞു വരുന്ന ആളുകൾ, നല്ല ബാലൻസിങ് ഉള്ളവർ. ഇരിക്കാൻ പോലും പറ്റാത്ത സ്ഥാനത്ത് അവർ നിൽക്കണം. പക്ഷേ ഇവിടുത്തെ പരിശീലകരായിരിക്കും അല്ലേ, അവർക്ക് പിന്നെ അത് പ്രാക്ടീസാണല്ലോ. അപ്പോൾ ഓക്കെ, അതാണ് കയാക്കിങ് വിശേഷങ്ങൾ. കടമക്കുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കടമക്കുടി, അതായത് കടമക്കുടി പഞ്ചായത്ത് പിഴല എന്ന് പറയുന്ന സ്ഥലമാണ്. പിഴല അപ്പുറത്തായിരിക്കാം, എന്നാലും അതിൻ്റെ ഭാഗത്താണ്. കണ്ടെയ്നർ റൂട്ടിൽ നിന്ന് ഈസി ആയിട്ട് വരാം. അപ്പം അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ എടുത്തവരൊക്കെ തിരിച്ച് കയറി തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ടാവും. ഒരു മണിക്കൂർ മുമ്പ് എടുത്തായിരിക്കും, ഒരു 5 മണിയായപ്പോൾ എടുത്തായിരിക്കും ആളുകൾ. എത്ര ചാർജൊന്നും അറിയില്ല, അതൊക്കെ ഓരോരുത്തർ എടുക്കുന്ന ആളുകളുടെ ഇതുപോലെ ഇരിക്കും. താല്പര്യമുള്ളവർക്ക് വരാം, എടുക്കാം. ഇത് അധികം ആഴമില്ലാത്തൊരു സ്ഥലമാണെന്നാണ് പോണേ കണ്ടിട്ട്. അത് ഫാസ്റ്റായിട്ടാണ് പോണേ അവർ. നല്ല ഫാസ്റ്റാണ് അവർ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാണണം. രണ്ടുപേരും നിന്ന് തുഴഞ്ഞു വരുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിന്നൊക്കെ തുഴഞ്ഞ് അത്ര ബാലൻസ്ഡ് ആയിട്ട് വരുന്നത് പരിശീലകരായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവർ പരിശീലകരാണോന്നറിയില്ല, നിന്നാ വരുന്നവർ. അവിടെ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. രാവിലെ പറ്റ എൻജോയ് ചെയ്ത് വിട്ടു. തിരിച്ചു കഴിഞ്ഞപ്പോൾ ഡീക്കാത്തലോണിലൊന്ന് കയറണം. ഡെക്കാത്തലോണിൽ കയറിയിട്ട് കുറച്ച് എന്തോ പരിപാടി ഉണ്ട് അവിടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാമല്ലോ. ഇപ്പോൾ സമയം 7 മണിയായി. ഇനിയിപ്പോൾ മഴക്കാറുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നതിൻ്റെ അർത്ഥമില്ലാന്ന് തോന്നുന്നു. അതിൽ മുന്നോട്ട് പോവാം. ഓക്കെ, ഇവരൊക്കെ മഴ പൊടിയുന്നുണ്ട്. കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു എന്തെങ്കിലും സ്നാക്സ് കടകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ഉണ്ട്. ആ ഭാഗത്ത് കാണാമല്ലോ നമുക്ക്. അവിടെ സ്നാക്സും കഴിച്ച് നേരെ ഇങ്ങോട്ട് വരുന്നു ആളുകൾ. ചില്ല് ചെയ്യുന്നു, പോകുന്നു. നമ്മൾ പറഞ്ഞ് പുറത്ത് കായലും ചെറിയ തോടുകളും പുഴകളും ഇത്തരം വള്ളംകളികളൊക്കെ ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇതൊരു അത്യാവശ്യം. ഇവിടെ ഒരുത്തൻ ഇപ്പോണ്ടല്ലോ, എടാ കഴുത്തിൽ വെള്ളപ്പൂടെയൊക്കെ ആയിട്ട്, അവർക്ക് നല്ലതാണ് ആഘോഷിക്കാൻ വരുന്നവർ. നമ്മളെപ്പോഴുള്ളവർക്ക് നമ്മളിവിടെ കായലിലൊക്കെ കണ്ട് അവർ തിരിയണം. നമുക്ക് ഈ പാലം കയറി അങ്ങോട്ട് പോവാം തിരിച്ച്.